സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് സെൻസ്ബറിയിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഷോപ്പിങ്ങിനായിട്ട്. ബാറ്റിൻ്റെ ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഗ്രിപ്പ് മേടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. 2 എണ്ണം കളിക്കുന്ന ബാറ്റിനും മാച്ച് കളിക്കുന്ന ബാറ്റിനും ഒരെണ്ണം പ്രാക്ടീസ് ചെയ്യുന്ന ബാറ്റിനും. ചെറിയ തണുപ്പുണ്ട്, അതിൻ്റെ കൂടെ ചെറിയ കാറ്റുമുണ്ട്, ചെറിയൊരു മഴക്കോളും ഉണ്ട് കേട്ടോ. ഇതിന് ബാറ്റ് ചെയ്യാൻ പുതിയ ബാറ്റ് റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ട് പണിയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ബാറ്റ് റെഡിയായെങ്കിൽ അത് പോയിട്ട് എടുത്തിട്ട് വരണം. ബാറ്റും എടുത്തു, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു കിറ്റും എടുത്തു കേട്ടോ. പിന്നെ ചെയറല്ല സെറ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ആർട്സിലേക്ക് പോകണം കേട്ടോ. ഇവിടെ നോക്കി സൊഫായാണോ? ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഷോപ്പിങ്ങിനായിട്ടാണ് കേട്ടോ. രാവിലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ തീർന്ന്, കുപ്പിവെള്ളം മിനറൽ വാട്ടറൊക്കെ തീർന്ന്, അപ്പോൾ അതൊക്കെ മേടിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് പ്രാക്ടീസ് സെഷൻ ഉണ്ട് കേട്ടോ. ഔട്ട്ഡോർ നെസ്റ്റ് ആണ് ഇന്ന്. അപ്പോൾ അതും നിങ്ങളെ കാണിക്കാം കേട്ടോ, പ്രാക്ടീസ് സെഷൻ. അതുപോലെ തന്നെ ഇന്ന് രാവിലെ തൊട്ട് നല്ല കാറ്റുണ്ട്, അത് കഴിയുമ്പോൾ ഉച്ച കഴിഞ്ഞ് മഴയുണ്ടെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെറിയ വെയിലും അത്യാവശ്യം തണുപ്പും ഉണ്ട് കേട്ടോ, നല്ല കാറ്റും. അതുപോലെ തന്നെ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ ചെടികളൊക്കെ കാണാനും ഇലകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമുക്കിനിയും അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ സെൻസ്ബറിയിലെത്തി കേട്ടോ. ഇന്ന് സെൻസ്ബറിയിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഷോപ്പിങ്ങിനായിട്ട്. ഇന്ന് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ കുറച്ച് സാധനങ്ങളല്ലോ കേട്ടോ. ഒരു മുന്തിരിയും ഒരു മറ്റേ ബീട്രൂട്ടും ഒരു മാങ്ങയും പിന്നെ കാച്ചുവിന് കിൻഡർ ജോയുടെ മുട്ടായാണോന്ന് പറഞ്ഞിട്ട് കിൻഡർ ജോയുടെ ഒരു മുട്ടായും ഒക്കെ കൂടെ വേണം കേട്ടോ മേടിച്ചിട്ട്. പിന്നെ വെള്ളവും മേടിക്കണം. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഷോപ്പിങ്ങാണ് കേട്ടോ. എന്നിട്ട് പ്രിയ ഇവിടെ നിന്നൊരു മുട്ടായി അടിച്ചു മാറ്റിയിട്ടുണ്ട്. ചുമ്മാ സാമ്പിൾ എടുത്ത് നോക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞെടുത്ത് കഴിച്ച്. അങ്ങനെ ഞങ്ങളിതാ വെള്ളം എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൗത്ത് ബോറയിലെത്തി കേട്ടോ. ഇവിടുന്ന് കെൻഡ് സ്പോർട്സിൽ നിന്ന് കെൻഡ് ക്രിക്കറ്റ് ഡയറക്റ്റ് നിന്ന് കെൻഡ് ക്രിക്കറ്റ് ഡയറക്റ്റ് ചെയ്ത് ബാറ്റിൻ്റെ ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഗ്രിപ്പ് മേടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ കെൻഡ് ഡയറക്റ്റ് നിന്ന് 3 ഗ്രിപ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ബാറ്റിന്. 1 പ്രാക്ടീസ് ചെയ്യുന്ന ബാറ്റിനും 2 എണ്ണം മാച്ചിനുള്ള ബാറ്റിനും. എന്താ ചുമ്മാ 2 എണ്ണം കളിക്കുന്ന ബാറ്റിനും മാച്ച് കളിക്കുന്ന ബാറ്റിനും ഒരെണ്ണം പ്രാക്ടീസ് ചെയ്യുന്ന ബാറ്റിനും. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചു. എന്നിട്ട് ഇതാ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ചെറിയ തണുപ്പുണ്ട്, അതിൻ്റെ കൂടെ ചെറിയ കാറ്റുമുണ്ട്, ചെറിയൊരു മഴക്കോളും ഉണ്ട് കേട്ടോ. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം പ്രാക്ടീസിന് പോകണം. അപ്പോൾ ഇനി വൈകിട്ട് കാണാം. ഇതാ ഇന്നിപ്പോൾ ഞാൻ പ്രാക്ടീസിന് പോയിട്ട് വരികയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാൻ വിട്ടുപോയി പ്രാക്ടീസിന് പോയ സമയത്ത്. ഇപ്പോൾ ഞാൻ പ്രാക്ടീസിന് പോയിട്ട് വരുന്ന സമയമാണ് ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ചെറിയ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ പോയിട്ട് വരുന്ന വഴിക്കും ചെറിയ മഴയുണ്ട്, അതിൻ്റെ കൂടെ കാറ്റും അത്യാവശ്യം തണുപ്പും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണം നേരെ, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട്. ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പോൾ ബാറ്റ് എടുക്കാനായിട്ട് പോകണം. അപ്പോൾ ബാറ്റ് എടുക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. നാളെ ഇപ്പോൾ പുതിയ ബാറ്റ് ചെയ്യാൻ പുതിയ ബാറ്റ് റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ട് പണിയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെടുക്കാനായിട്ട് ഇനി നാളെ പോകണം. അപ്പോൾ ഇനിയിപ്പോൾ നാളെ കാണാം. ഇതിപ്പോൾ അടുത്ത ദിവസമാണ് കേട്ടോ. രാവിലെ കാച്ചുവിനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് നേരെ ബാറ്റ് മേടിക്കാൻ പോകാനായിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബാറ്റ് റെഡി ആയെങ്കിൽ അത് പോയിട്ട് എടുത്തിട്ട് വരണം. അതുപോലെ തന്നെ റെഡി ആയിട്ടില്ലെങ്കിൽ അവരോട് പെട്ടെന്ന് റെഡിയാക്കി തരാനായിട്ട് പറയണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പോവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം നമ്മുടെ മാച്ചുകളൊക്കെ തുടങ്ങാം, പ്രാക്ടീസ് മാച്ചുകളൊക്കെ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് മെയ് ആദ്യം തന്നെ നമ്മുടെ ലീഗ് മാച്ചസ് തുടങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാറ്റ് പെട്ടെന്ന് തന്നെ വേണം, എന്നാലേ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ബാറ്റ് കയ്യിലൊന്ന് ഇണങ്ങി കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ
അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അലൗഡ് അല്ല അതിനകത്തിൽ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസൊന്നും കാണിക്കാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് ബാറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ ബാറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ബാറ്റ് എടുത്തിട്ട് നേരെ തിരിച്ചു വരികയാണ് കേട്ടോ. അതാ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ബാറ്റും എടുത്തു, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു കിറ്റും എടുത്തു കേട്ടോ. പിന്നെ കിറ്റെല്ലാം പോയായിരുന്നു. പാഡും ബാറ്റും സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു കിറ്റും എടുത്തു, കിറ്റ് ബാഗ്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ഞാനത് വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ബാറ്റാണ് കേട്ടോ മേടിച്ചത്. കീലിയിൽ നിന്ന് മേടിച്ചതാണ് ബാറ്റ്. അവിടെ ഫാക്ടറിയിൽ പോയിട്ട് മേടിച്ചതാണ്. ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച ബാറ്റ്. ഫസ്റ്റ് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇനി അകം കാണിച്ചു തരാം കേട്ടോ ബാറ്റിൻ്റെ. ഇതാണ് വരുന്നത്. ഒരു പ്രാവശ്യം ഒന്ന് ബാറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അതാണ് കേട്ടോ ഈ ബോളിൻ്റെ പാടുകളൊക്കെ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കീലിയിൽ നിന്ന് മേടിച്ച ബാറ്റ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പുതിയ വീട്ടിലേക്കുള്ള കുറച്ച് ചെയറുകളൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്, സെറ്റി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ആർട്സിലേക്ക് പോകണം കേട്ടോ. ബ്രിട്ടീഷ് ആർട്സ് ഫൗണ്ടേഷനിൽ അവിടെ ആകുമ്പോൾ അത്യാവശ്യം വില കുറച്ച് സാധനം കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷെ സെക്കൻഡ് ഹാൻഡ് നോക്കുന്നില്ല, പുതിയ സാധനമാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ ഞങ്ങളിതാ ബ്രിട്ടീഷ് ആർട്സിൽ കയറി സോഫ നോക്കി കേട്ടോ. ചെയർ നോക്കി. സോഫയാണോ സോഫ നോക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ കണ്ടു, ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം അസ്ദയുടെ അവിടെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളൊന്ന് പോയി നോക്കാമെന്നായിരിക്കുന്നു. അവിടെയും കൂടെ നോക്കിയിട്ട് എടുക്കാമെന്നായിരിക്കുന്നു. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ ഞങ്ങൾ കാച്ചുവിന് ബർത്ത്ഡേക്ക് സ്കൂളിൽ കൊടുക്കാനായിട്ട് കുറച്ച് മുട്ടായ മേടിച്ചു കേട്ടോ. ഇങ്ങനത്തെ മുട്ടായ അവിടെ കൊടുക്കാൻ പാടുള്ളൂ, ജെല്ലി ടൈപ്പ്. അപ്പം അല്ലാത്ത നട്ട്സ് ഒന്നും ഉപയോഗിക്കുന്ന ചോക്ലേറ്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജെല്ലി മുട്ടായകൾ കുറച്ച് മേടിച്ചു. ഞങ്ങൾ അസ്തയുടെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അപ്പം അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അവിടെ ആ കടയിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ സോഫ ഓർഡർ ചെയ്തു കേട്ടോ. ഇവിടെ നമ്മുടെ അസ്തയുടെ അവിടെ ഉള്ള, അതായത് ഹൈബ്രൂംസിലുള്ള ഒരു കടയിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ഇനി നാളെ ഒന്നുകൂടെ വരണം TV സ്റ്റാൻഡ് ഓർഡർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇനി നാളെ ഒരു വര കൂടി വരേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് April 1-നാണ് കേട്ടോ സാധനം ഡെലിവറി ചെയ്യുന്നവർ. നമ്മൾ April 1-നാണല്ലോ മൂവ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ April 1-ന് അവർ അത് ഡെലിവറി ചെയ്യും കേട്ടോ അങ്ങോട്ടേക്ക്, വീട്ടിലേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ കാണാം. ഇനിയിപ്പോൾ നേരെ നമ്മൾ എവിടെ പോകുന്നത്? മക്ഡൊണാൾഡ്സാണ് KFCയിലോട്ട് പോകണം കേട്ടോ. KFCന്ന് എല്ലാം കഴിച്ചിട്ട് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാനായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് ഇനി പ്രാക്ടീസിന് പോകണം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോകാനായിരിക്കുന്നത്. വീട്ടിൽ ചെന്നിട്ട് കഴിച്ചിട്ട് പോകാനുള്ള നേരം കിട്ടത്തില്ല. അപ്പോൾ പിന്നെ കഴിച്ചിട്ട് പോകും. ഞങ്ങൾ KFCയിലാണ് കേട്ടോ. ഒരു ബർഗറും അതുപോലെ ഇവിടെ ഹോട്ട് വിങ്സിന് ഓഫറുണ്ട് കേട്ടോ. 7.99 അല്ലേ? 7.99 ഒരു 20 ഹോട്ട് വിങ്സ് ഓഫറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് April 19 വരെ ഉണ്ട്. ഞങ്ങളത് രണ്ടും ഓർഡർ ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ. നല്ല ചൂട് ബർഗർ, സൂപ്പറായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടം വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.